നിങ്ങളിപ്പോൾ നല്ല ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ അതുപരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ പഠനവും കഴിഞ്ഞു, നിങ്ങളുടെ അടുത്തേക്ക് ക്യാഷ് എത്തുമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു പ്രായവും കഴിഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അത്യാവശ്യം ക്യാഷൊന്നും എത്തുന്നില്ല, ക്യാഷിനൊക്കെ ടൈറ്റാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു 4 പോയിൻറ്റ്സാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ചിന്തകളിലും ക്യാഷിനോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപാട് ക്യാഷ് വരാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് തുറന്നു വരാനുള്ള സാധ്യതയായിട്ട് ഈ വീഡിയോ മാറും. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരുടെ അടുത്തും ക്യാഷ് വരുന്ന പോലെ എൻ്റെ അടുത്തും വരും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് സുഹൃത്തെ. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ദൈവം എത്തിച്ചത് ഒരു യുണീക്ക് കഴിവ് നിങ്ങളുടെ അടുത്ത് തന്നിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള എന്തൊക്കെയോ ചില കഴിവുകൾ നിങ്ങൾക്ക് തോന്നാറില്ലേ? എന്ന് വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ആളുകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്കത് ഉണ്ടാവാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ എപ്പോഴും കറങ്ങാനും അടിച്ചു പൊളിക്കാനും മൈൻഡുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകളായിരിക്കും. അവർക്ക് ചിലപ്പോൾ ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാനുണ്ടാവും. ഇതാണ് ഓരോരുത്തരുടെയും കഴിവുകൾ യുണീക്കായിട്ടാണ് അവരെ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകളെ ടീച്ച് ചെയ്യാനുള്ള ഒരു ടീച്ചർ ആവാനുള്ള കഴിവ് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് ചിലപ്പോൾ ഒരു മെക്കാനിക് ഫീൽഡിലേക്ക് പോയ ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള കഴിവാണ് നിങ്ങളുടെ അടുത്തേക്ക് വലിയ ക്യാഷായിട്ട് മാറുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരെയും പോലെ ക്യാഷ് എത്തേണ്ട ടൈം ആകുമ്പോൾ എൻ്റെ കയ്യിലും അങ്ങ് എത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരാളല്ല. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കഴിവ് കണ്ടെത്തി അതിനെ ബ്രാൻഡ് ചെയ്ത് അതൊരു മണി സോഴ്സായിട്ട് മാറ്റാൻ ശ്രമിക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിന് നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രായത്തിൽ തയ്യാറാവണം. അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ അടിച്ചു പൊടിച്ച് നടന്നു പോയാൽ നിങ്ങളുടെ അടുത്തേക്ക് ക്യാഷ് എത്തേണ്ട സമയത്ത് എത്തിയെന്ന് വരില്ല. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾക്ക് ബിസിനസ്സിലാണോ കഴിവ്, ടീച്ചിങ്ങിലാണോ കഴിവ്, ആളുകളെ ഭരിക്കുന്നതിലാണോ കഴിവ്, ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നതിലാണോ കഴിവ്, ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തണം. ആ ഒരു കഴിവ് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും അതിനെ പറ്റിയ ആംബിയൻസ് നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുക. ഈ ഒരു നിർമ്മാണത്തിലൂടെയാണ് നിങ്ങളിലേക്ക് ക്യാഷ് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഈ കഴിവ് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അലസതയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ക്യാഷ് എത്താനുള്ള സാധ്യത കുറവാണ്. നിങ്ങളുടെ ഈ കഴിവ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുക, പക്ഷേ അതിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ വേറെ എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. ചിന്തകളിലേക്ക് മറ്റ് പലതും വരുന്നു, ബാഡ് ഹാബിറ്റുകൾ വരുന്നു, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കൂട്ടുകാർ വരുന്നു, അഡിക്ഷൻസ് വരുന്നു. ഈ ഒരു കഴിവിലേക്ക് നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം എത്തിക്കുന്ന ലെവലിലേക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഈ കഴിവിൽ നിന്ന് പണം എത്തുന്നതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഫ്രീഡം ആയിരിക്കാം, അലസതയായിരിക്കാം. ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാഷ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ശക്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സമയം കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സുഹൃത്തെ, കഴിയുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാറുക. മറ്റെല്ലാം മറന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിനെ വലിച്ചെറിഞ്ഞ് ആ ലേസിനെസ്സും വീക്ക്നെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ച് നിങ്ങൾക്ക് വളരാൻ കഴിയുന്ന സുഹൃത്തുക്കളെ മാത്രം കൂടെ കൂട്ടി ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള സമയം നിങ്ങളുടെ കഴിവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. നോട്ട് ദ പോയിൻറ്റ്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുന്ന യുണീക്കായിട്ടുള്ള ചില സർവീസുകൾ വൈഡ് റേഞ്ചിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന പണമാണ്. അത് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം കയ്യിലാണ് കിടക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ശരിയാക്കിയിട്ടും നിങ്ങൾക്ക് ക്രിറ്റിസിസത്തിന് ഭയമാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പണം വരാനുള്ള സാധ്യത കുറവാണ്. എക്സാമ്പിൾ ഇങ്ങനെ എടുക്കാം. നിങ്ങളുടെ അടുത്ത് യുണീക്കായിട്ടുള്ളൊരു കഴിവുണ്ട്. ഇത് പുറത്തെത്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, എൻ്റെ അച്ഛൻ എന്ത് പറയും, എൻ്റെ അമ്മ എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരെന്താ പറയുക, അവർക്കൊക്കെ ഇത് ഇഷ്ടമാവൂ, എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഇങ്ങനെ ആവണം എന്നായിരുന്നല്ലോ, പക്ഷേ എനിക്ക് താല്പര്യം ഇതാണല്ലോ. ഞാൻ ഇങ്ങനെ ആയി മാറുന്നത് ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല, അവരൊക്കെ എന്നെ ഒഴിവാക്കില്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ മറ്റുള്ളവരുടെ റോളിനെ പറ്റി കൂടുതൽ ആലോചിച്ചിരുന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു പ്രായം കഴിഞ്ഞാൽ സുഹൃത്തെ, ഇവരൊന്നും നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് തരില്ല. ഞാൻ പറഞ്ഞാലോ, നിങ്ങൾക്ക് ദൈവം തന്ന ആ കഴിവാണ് നിങ്ങളുടെ ഭക്ഷണമായിട്ട് മാറാൻ പോകുന്നത്. അതിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് വൈഡ് റേഞ്ചിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരുപാട് ക്യാഷ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്.
ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം ആയിരിക്കില്ല അത്. അതിലേക്ക് ഒരുപാട് ആളുകളെ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറേണ്ടി വരും. അപ്പോൾ ക്രിറ്റിസിസത്തിനൊക്കെ ഭയക്കുക എന്ന് പറയുന്നത് ഒരു പ്രായം വരെയൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നതിനൊക്കെ ഉപകരിക്കും. പക്ഷേ മനസ്സിലാക്കുക, ക്രിറ്റിസിസവും നെഗറ്റീവ് കമൻസും വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നും താഴേക്കാണ് പോവുക, മുകളിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ചിന്തകളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതിന് പകരം ആക്ഷന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുക നിങ്ങൾ. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ കഴിവുകളൊക്കെ കണ്ടെത്തി നിങ്ങളുടെ ബാഡ് ഹാബിറ്റുകളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്കൊരാളെയും പേടിയില്ല, ക്രിറ്റിസിസത്തിനൊന്നും ഭയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളടുത്തേക്ക് ക്യാഷ് വരാനുള്ള സാധ്യത കുറയും. കാര്യം എന്താണെന്നറിയോ, ഞാനൊരു സ്റ്റോറിയിലൂടെ അത് കാണിക്കുകയാണ്. നിങ്ങളോട് ഒരാൾ പറയാണ്, എൻ്റെ അടുത്തൊരു 10 ലക്ഷം രൂപയുണ്ട്, എനിക്ക് ചെറിയ വീടുണ്ടാക്കി തരുമോ, ഒരു മാസം കൊണ്ട് വേണമെന്ന് പറയാണ്. എല്ലാവർക്കും സാധിക്കാത്തൊരു കൊട്ടേഷനാണത്. നിങ്ങൾ ആ വർക്ക് ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ ആ വർക്ക് ക്ലയൻറ്റിന് തീർത്തു കൊടുത്തത് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. അവർ ആഗ്രഹിച്ച പോലുള്ള മെറ്റീരിയൽ ഒന്നും നിങ്ങൾ യൂസ് ചെയ്തില്ല, അവർ ടോട്ടലി ഹാപ്പി അല്ല. നിങ്ങളുടെ ഇംപ്രഷൻ അവിടെ ഡൗൺ ആയില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു വർക്കാണ് നിങ്ങൾ ഏറ്റെടുത്തത്, പക്ഷേ മനഃപൂർവ്വം നിങ്ങൾ ഒരു പ്രൊഡക്റ്റീവ് വർക്കായിട്ട് അതിനെ കണ്ടുകൊണ്ടത് പറഞ്ഞ സമയത്ത് തീർക്കാതെ നിങ്ങളുടെ ഇംപ്രഷൻ നിങ്ങൾ തന്നെ ഡൗൺ ആക്കാനുള്ളൊരു സാധ്യത നിങ്ങൾ അവിടെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? നിങ്ങൾ എല്ലാം കൊണ്ടും ഗുഡായിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷേ പറഞ്ഞ സമയത്തിനിടയിൽ ഒരു പ്രൊഡക്റ്റീവ് വർക്കായിട്ട് അതിനെ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക സമയത്തിൽ നിങ്ങൾക്കത് തീർക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു ദിവസത്തേക്കുള്ള വർക്കാണെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റീവ് ടൈമിനിടയിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ആ രീതിയിൽ ഗുഡായിട്ടുള്ള ആളുകളെയാണ് കൂടുതൽ പണം നോക്കി വരിക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു കഴിവിന് വേണ്ടി ഞാൻ പേ ചെയ്യാൻ തയ്യാറാണെന്ന് വിചാരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായ സമയത്ത് എനിക്കത് നല്ല രീതിയിൽ നിങ്ങൾ തരും എന്നാണ്. അങ്ങനെ ഒരു സർവീസ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ക്ലയൻറ്റ് വളരെ ഹാപ്പിയാവും. ഞാൻ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരുപാട് ആളുകളോട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ കഴിവാവുന്ന സർവീസിലൂടെ കൂടുതൽ ക്യാഷും വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അവസാനത്തെ ഒറ്റ പോയിൻ്റ് കൂടെ ഉണ്ട്. ദരിദ്രമായിട്ടുള്ള ചിന്താഗതി നിങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുക. കിട്ടുന്ന ക്യാഷ് അന്നന്ന് അടിച്ചു പൊളിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ നടക്കാതിരിക്കുക. നിങ്ങളുടെ ചിന്തകളിലേക്കും നിങ്ങളുടെ പ്രവൃത്തികളിലേക്കും നിങ്ങളുടെ സംസാരത്തിലേക്കൊക്കെ ഞാൻ അത്യാവശ്യം റിച്ച് ആണെന്നുള്ള തോട്ട്സ് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. വലിയ വർക്കുകൾ ഏറ്റെടുക്കാനുള്ള മെൻറ്റാലിറ്റിയും അതിനുള്ള സാധ്യതയും ഈ തോട്ട്സിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ കൂടെയുള്ള 5 സുഹൃത്തുക്കളുടെ കഴിവായിരിക്കും നിങ്ങൾക്കും എന്ന്? അതൊരു ഫാക്റ്റാണ്. നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ എപ്പോഴും ബിസി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും പണത്തിനെ പറ്റിയൊക്കെ നല്ല വാല്യുബിളായിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. നിങ്ങളും പതിയെ അതുപോലെയായിട്ട് മാറും. അങ്ങനെയുള്ള സുഹൃത്തുക്കളൊന്നും കിട്ടുന്നില്ലെങ്കിൽ സ്വയം ആ ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കുക. അതിന് പറ്റിയ ആളുകൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷൊക്കെ എവിടെന്നെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും സ്പെൻഡ് ചെയ്യാതെ മണി മാനേജ്മെൻറ്റ് എന്താണെന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് കുറച്ച് സേവ് ചെയ്യാനും കുറച്ച് എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. ഒരു 4-5 മണി സോഴ്സുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കുക. നല്ല കമ്പനികളിലേക്ക് നിങ്ങൾ ജോലികൾ നോക്കുക. ഇനിയിപ്പോൾ ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടാതെ എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിട്ട് മാറാൻ നോക്കുക.